Hi students, നമുക്ക് കപ്പാസിറ്ററിൽ കുറേ ന്യൂമറിക്കൽസ് ചോദിച്ചു കാണുന്ന ഒരു ഭാഗത്തിനെ ആണ് ഇപ്പം പറയാൻ പോകുന്നത്. ഡയലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് റിമൂവിങ് ദ ബാറ്ററി. അതായത് നമ്മൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിലേക്ക് ഒരു ഡയലക്ട്രിക് സ്ലാബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. പക്ഷേ നമ്മൾ ആ ഡയലക്ട്രിക് സ്ലാബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബാറ്ററി റിമൂവ് ചെയ്യാതെ. Let me explain the situation. For that, we are having a parallel plate capacitor. Let's say this is our parallel plate capacitor. It is connected to a battery through a key. This is our initial situation. In the initial situation, let's say the capacitance is C1. The initial capacitance of this capacitor is C1, and we are having a battery which is having a potential V, and let's say the initial potential is V1 എന്നായിരിക്കും V. പക്ഷെ ഞാൻ ഇവിടെ പറയാണ് ഇതിന്റെ ഇനീഷ്യൽ കേസിലുള്ള കാര്യങ്ങളൊക്കെ 1 എന്നുള്ള ടേംസിലിട്ട് പറയാണ്. C1 is the initial capacitance, V1 is the initial potential. Likewise, Q1 is the initial charge and U1 is the initial energy. ഇതൊക്കെയാണ് ഇതിന്റെ ഇനീഷ്യൽ കേസിലുള്ള സിറ്റുവേഷൻ. ആൻഡ് നൗ വി ആർ, ലെറ്റ് മീ ഡ്യൂപ്ലിക്കേറ്റ് ദിസ്. നമ്മളുടെ ഈ ഒരു ഡയഗ്രത്തില് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? വിത്തൗട്ട് റിമൂവിങ് ദ ബാറ്ററി, ഐ എം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് എ ഡയലക്ട്രിക്. ബാറ്ററി റിമൂവ് ചെയ്യാതെ, അതായത് without removing the battery, I am introducing a dielectric into it. And this dielectric slab, it is having a dielectric constant of K. ആ സമയത്ത് what happens is the capacitance will change, potential will change, potential energy and charge will change. Let's say the new capacitance is C2. The new potential is V2. The new charge is Q2 and the new potential energy is U2. ഇവരൊക്കെ തമ്മിലുള്ള റിലേഷൻ നമുക്ക് കാണാം. Without removing the battery, I am introducing a dielectric of dielectric constant K. അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്ത് സംഭവിക്കും? We have to understand what will happen in this case. Let's discuss the basic things. As we know, the capacitance of a parallel plate capacitor is epsilon 0 A by D. Without dielectric ആണെങ്കിൽ epsilon 0 A by D ആണെന്ന് നമുക്കറിയാം. അപ്പം C1 എന്ന് പറയുന്നത് epsilon 0 A divided by D ആയിരിക്കും. ഇനി നമുക്ക് C2ന്റെ കാര്യം നോക്കാം. C2ന്റെ കേസിലാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു ഡയലക്ട്രിക് ഉണ്ട്. ഡയലക്ട്രിക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ നമുക്കറിയാം അത് K epsilon 0 A by D ആവുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. If the dielectric is completely filled, നമുക്കിത് ഇങ്ങനെയാവുമെന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ C2 ഉം C1 ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, what's this? This is C1. Therefore, I could write C2 as K times C1. എഴുതിക്കൂടെ? Therefore, C2 C1 തമ്മിലുള്ള റിലേഷൻ നമുക്ക് മനസ്സിലായി. C2 K times C1. അത് ബാറ്ററി ഇവിടെ ഉണ്ടോ, ബാറ്ററി ഇവിടെ ഇല്ലേ, ആ കാര്യങ്ങളൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. If there is a battery connected and if there is no battery connected, the capacitance formula will not change. അതായത് ബാറ്ററി ഇവിടെ ഉണ്ടോ, ബാറ്ററി ഇവിടെ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊന്നും കപ്പാസിറ്ററിന്റെ ഫോർമുലയിൽ നോക്കേണ്ട ആവശ്യമില്ല. ആ ബാറ്ററി ഇവിടെ ഉണ്ടെങ്കിൽ ബാറ്ററി ഇവിടെ ഇല്ലെങ്കിൽ ഒക്കെ C2 equal to K C1 എഴുതി. Then let's discuss about potential. What is V1? നമ്മളുടെ ഡയലക്ട്രിക് ഇല്ലാത്ത കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ ആണ് V1. What is V2? It was the potential of the parallel plate capacitor with the dielectric. But you can clearly see in the two case we are not removing the battery. Battery remove ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V1 എന്ന് പറയുന്നത് ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ആയിരിക്കും, അതായത് V. V2 എന്ന് പറയുന്നതും ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ആയിരിക്കും, അതായത് V. That means if the battery is not removed, I could say V1 should be equal to V2.
ബാറ്ററി റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ പൊട്ടൻഷ്യൽ മാറൂല. അപ്പം ആ കാര്യം നമുക്ക് മനസ്സിലായി. ദെൻ കപ്പാസിറ്റൻസ് തമ്മിലുള്ള റിലേഷൻ അറിയാം, പൊട്ടൻഷ്യലുകൾ തമ്മിലുള്ള റിലേഷൻ അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാർജ് തമ്മിലുള്ള റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും. What's the basic expression for C, Q and V? Or what is the basic expression connecting C, Q and V? We know C is equal to Q by V. Therefore, Q is equal to CV. അറിയില്ലേ? Q equal to CV ആണ്. Then Q1 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? Q1 ആണെങ്കിൽ C1 V1 എന്ന് എഴുതാം. അപ്പോൾ Q2 ആണെങ്കിലോ? If it is Q2, I could write C2 V2. ഇതിന്റെ കപ്പാസിറ്റൻസ് ഇതിന്റെ പൊട്ടൻഷ്യൽ. അതില് C2 വരാം. C2 എന്ന് പറയുന്നത് ഇറ്റ്സ് KC1. Therefore, I am substituting instead of C2 KC1. What's V2? V2 എന്ന് പറയുന്നത് V1 തന്നെയാണ്. അപ്പം V2 ന് പകരം V1 എന്ന് കൊടുത്തു. Then can you say who this is? C1 V1 എന്ന് പറയുന്നത് Q1 അല്ലേ? അതുകൊണ്ട് we could say Q2 is equal to K into Q1. Therefore, we are getting a relation for Q2 and Q1, that is Q2 is equal to KQ1. അല്ലെങ്കിൽ ചാർജ് K ടൈംസ് കൂടിയിട്ടുണ്ടാവും. ഡയലക്ട്രിക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാർജ് അക്യുമുലേഷൻ K ടൈംസ് കൂടും. അത് നമുക്ക് മനസ്സിലായി. ഇനി the next thing is potential energy. What's the basic expression for potential energy? We know three basic expressions for potential energy. U is equal to Q square by 2C, QV by 2, CV square by 2. Let me use U is equal to QV by 2. ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യാണ്. കുഴപ്പമൊന്നുമില്ല, ഏത് എക്സ്പ്രഷൻ യൂസ് ചെയ്താലും നമുക്ക് ഒരു ആൻസറിലേക്ക് എത്താം. അപ്പം ഐ എം യൂസിങ് U is equal to QV by 2. അങ്ങനെയാണ് U is equal to QV by 2 ഇവിടെ യൂസ് ചെയ്യാണ് വെച്ചു. ഇനീഷ്യൽ കേസിലുള്ള U ആണെങ്കിൽ അത് U1 ആണ്. അപ്പൊ U1 is equal to ആണ് Q1 V1 by 2 ആയിരിക്കും. അങ്ങനെയാണ് U2 equal to ആണെങ്കിലോ? U2 equal to ആണെങ്കിൽ Q2 V2 by 2. ഇതില് U2 is equal to ഉള്ളത് നമുക്ക് മാറ്റി നോക്കാം. Q2 ന് പകരം എന്ത് കൊടുക്കാം? Q2 ന് പകരം we could give KQ1. Q2 ന് പകരം KQ1 കൊടുക്കാം. അപ്പം KQ1 V2 ന് പകരം എന്ത് കൊടുക്കാം? Instead of V2 we could give V1. Therefore, KQ1 into V2 ന് പകരം V1 by 2. Can you identify this person? ഇയാളാരാ? ഇയാള് U1 ആണ്. നോക്കി നോക്ക്, Q1 V1 by 2 U1 അല്ലേ? Therefore, we could write U2 is equal to KU1. Therefore, we got the relation between the potential energy of the two capacitors also. ഞാൻ ഇതിനൊന്ന് സമ്മറൈസ് ചെയ്യട്ടെ. If a dielectric slab is introduced without removing the battery, the final capacitance of the system, that is the final capacitance of the system, it should be the final capacitance of the system is C2 is equal to KC1. The final potential will be V2 is equal to V1. The final charge will be Q2 is equal to KQ1. The final potential energy will be U2 is equal to KE1. ഇതാണ് നമ്മൾ ഇതിൽ ഓർത്ത് വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ഇതിനെ റിലേറ്റഡ് ആയിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കാം, both in our subject exam and in our entrance exam. The important thing that you have to remember in this is, if the battery is not removed, potential will be a constant. Potential മാറില്ല, ഇനീഷ്യൽ പൊട്ടൻഷ്യൽ ഫൈനൽ പൊട്ടൻഷ്യലും സെയിം ആയിരിക്കും. പിന്നെ വേറൊരു കോൺസെപ്റ്റും, ബാറ്ററി ഉണ്ടോ ബാറ്ററി ഇല്ലേ, അതായത് വിത്തൗട്ട് റിമൂവിങ് ദ ബാറ്ററി ആണോ ആഫ്റ്റർ റിമൂവിങ് ദ ബാറ്ററി ആണോ എന്നൊന്നും ഈ C2 KC1 ഡിപ്പെൻഡ് ചെയ്യില്ല. It doesn't matter if there is a battery and if there is no battery, C2 will be KC1. Dielectric introduce ചെയ്യേണ്ട C2 KC1 ആവും. ഓക്കെ, ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചോ, dielectric slab introduced after removing the battery. കുറച്ച് മുന്നേ സംസാരിച്ചത് എന്തായിരുന്നു? ബാറ്ററി റിമൂവ് ചെയ്യാതെ ഡയലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കേസായിരുന്നു. ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്നതോ
നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഡയലക്ട്രിക് സ്ലാബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നോക്കിക്കോ, അതിന് വേണ്ടിയിട്ട് ദിസ് വാസ് അവർ ഇനീഷ്യൽ ഡയഗ്രാം. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ബാറ്ററിയും കീയുടെ ത്രൂവും നമ്മൾ കണക്ട് ചെയ്തു. അതിന്റെ കേസിലുള്ള ഇനീഷ്യൽ കപ്പാസിറ്റൻസ് C1, initial potential was V1, the initial charge was Q1 and initial potential energy was U1. After this we are isolating the capacitor. Isolate ചെയ്യുന്നതിന് മുന്നേ once we are connecting a battery, അപ്പോൾ എന്ത് ചെയ്യും, ഇതിലൊരു ചാർജ് അക്യുമുലേഷൻ ഉണ്ടാവും. ഇതിലൊരു ചാർജ് അക്യുമുലേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യും, ഇവിടെ കുറച്ച് ചാർജ് നെഗറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യും അല്ലേ. ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി there will be a charge accumulation on the two plates of the capacitor. ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ we are isolating this capacitor. അതായത് നമ്മൾ ഇനി അടുത്ത സ്റ്റേജ് ആയിട്ട് നമ്മൾ ഈ ബാറ്ററിനെ ഇവിടുന്ന് റിമൂവ് ചെയ്യും. ആദ്യം കണക്ട് ചെയ്ത ബാറ്ററിനെ ഇവിടുന്ന് റിമൂവ് ചെയ്തു. ബാറ്ററി റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലുള്ള ചാർജ് നഷ്ടപ്പെട്ടു പോലല്ലോ. ഈ കപ്പാസിറ്ററിന്റെ പ്ലേറ്റിന്റെ മേലുള്ള ചാർജ് അവിടെ തന്നെ നിൽക്കും. നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്തു. അതിനുശേഷം ആഫ്റ്റർ റിമൂവിങ് ദ ബാറ്ററി then we are introducing the dielectric. അതായത് ബാറ്ററി റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ ഈ സാഹചര്യത്തിൽ ഡയലക്ട്രിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. We are introducing a dielectric into the parallel plate capacitor. ഡയലക്ട്രിക്കിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കുന്നു, അതായത് ഡയലക്ട്രിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും ഇതിലുള്ള ചാർജ് ഇവിടെ തന്നെ ഉണ്ട് അല്ലെ. ചാർജ് എവിടെയും പോകില്ലല്ലോ. ഇല്ല. ഡയലക്ട്രിക് എന്തെങ്കിലും ചാർജ് ഉണ്ടോ? ഇല്ല. ഡയലക്ട്രിക് ദേ ആർ ഇൻസുലേറ്റിംഗ് സബ്സ്റ്റൻസ് വിച്ച് ആർ ആഡഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് കപ്പാസിറ്റർ. അതുകൊണ്ട് ഡയലക്ട്രിക് പുതുതായിട്ട് ചാർജിനെ ഒന്നും കൊണ്ടുവരുന്നില്ല. ഡയലക്ട്രിക് പുതുതായിട്ട് ചാർജിനെ ഒന്നും കൊണ്ടുവരുന്നില്ലെങ്കിൽ നമുക്ക് പറയാം ചാർജ് കോൺസ്റ്റന്റ് ആയിരിക്കും. ചാർജ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സിറ്റുവേഷനിൽ നമ്മളുടെ ഫൈനൽ കേസിലുള്ള കപ്പാസിറ്റൻസിന് C2, ഫൈനൽ കേസിലുള്ള പൊട്ടൻഷ്യൽ V2, ഫൈനൽ കേസിലുള്ള ചാർജ് Q2, ഫൈനൽ കേസിലുള്ള പൊട്ടൻഷ്യൽ എനർജി U2 എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഈ സിറ്റുവേഷനിൽ, അതായത് ആഫ്റ്റർ റിമൂവിംഗ് ദ ബാറ്ററി ഡയലക്ട്രിക് സ്ലാബ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും Q2 = Q1. എന്തുകൊണ്ട്? ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്ററിൽ ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഐസൊലേറ്റ് ചെയ്തതിനു ശേഷം ഡയലക്ട്രിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് the charge will be a constant. Total charge of an isolated system constant ആണ് എന്നുള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഐസൊലേറ്റ് ചെയ്തതിനു ശേഷമാണ് ഡയലക്ട്രിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന്റെ ചാർജ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് ഫൈനൽ ചാർജ് = ഇനീഷ്യൽ ചാർജ്. പിന്നെ എനിക്ക് ഇതിൽ പറയാൻ പറ്റും C2 = KC1. കാരണം ഡയലക്ട്രിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ K ടൈംസ് കൂടും. അത് ബാറ്ററി ഉണ്ടോ ബാറ്ററി ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. Once we are adding a dielectric, the capacitance will increase K times. അതുകൊണ്ട് C2 = KC1. ഇനി പൊട്ടൻഷ്യൽ ആണെങ്കിൽ നമുക്ക് C = Q/V. അങ്ങനെയാണെങ്കിൽ V = Q/C പഠിച്ചിട്ടില്ലേ? അപ്പം ഇനീഷ്യൽ പൊട്ടൻഷ്യൽ ആണ് V1 = ആണ് Q1/C. ഫൈനൽ പൊട്ടൻഷ്യൽ ആണെങ്കിൽ V2 = Q2/C2. അതില് Q2 ആരാം? Q2 Q1 തന്നെയാണ്. അപ്പൊ Q2 പകരം Q1 എന്ന് കൊടുത്തു. C2 ആരാം? C2 KC1 ആണ്. അങ്ങനെയാണെങ്കിൽ V2 = Q1/KC1. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ who is this? Q1/C1 V1 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? V2 = V1/K. ഇവിടെ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണോ? അല്ല, പൊട്ടൻഷ്യൽ K ടൈംസ് ഡിക്രീസ് ചെയ്തു. കിട്ടി. ഇനി പൊട്ടൻഷ്യൽ എനർജിയുടെ കാര്യം പറയുകയാണെങ്കിൽ U = QV/2 തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഏത് എക്സ്പ്രഷൻ യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ ഇവിടെ U = QV/2 യൂസ് ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ആണ് U1 = Q1V1/2. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ U2 = Q2V2/2. നമുക്കതിൽ Q2 പകരം എന്ത് കൊടുക്കാം? Q2 പകരം Q1 കൊടുക്കാം. V2 പകരം എന്ത് കൊടുക്കാം? V2 പകരം V1/K. ഇനി by2 ഉള്ള by2 ഇവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്താവും? നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ Q1V1/2 ആരാ?